ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ലെജൻഡ് മെഗാസ്റ്റാർ മമ്മൂക്ക ലീഡ് റോളിൽ വരുന്ന ഭീഷ്മ പർവ്വം എന്ന് പറയുന്ന മൂവിയുടെ ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ദ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരുപാട് പ്രതീക്ഷയുള്ള, കാരണം നമ്മുടെ സ്റ്റൈലിഷ് ഡയറക്ടർ അമൽ നീരദിന്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രമാണ്. 14 വർഷത്തിന് ശേഷം രണ്ടുപേരും ഒന്നിക്കുന്ന ചിത്രം. സോ എന്തായാലും നമ്മൾ അധികം പറഞ്ഞ് നീളിക്കുന്നില്ല, നമുക്ക് എന്തായാലും പാട്ട് കാണാം. നിങ്ങളെ പോലെ തന്നെ വെയിറ്റിംഗ് ആണ്, ഒരുപാട് വെയിറ്റിംഗിലായിരുന്നു. സംഭവം കണ്ടേക്കാം. ഇതാരാ? ഈ സൗബിന. സൗബിൻ ശ്രീനാഥ്. ഒരു പഴയൊരു സ്റ്റൈല്. അതിനാണ് ഗിറ്റാർ, അതാണ് ഇവരെ ഏറ്റവും പഴയ ആക്ടറിനൊക്കെ ഫ്രാൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കാണുമ്പോ അർത്ഥമുള്ള പരിചയം. എല്ലാം ഉണ്ട് പൊളി. ബീറ്റും പൊളിയാണ്. ആരാണ് ഇല്ല, അതുപോലെ ഉണ്ട്. കാണാനായിട്ട് പുതിയ കുട്ടിയായിരിക്കും. വിനായക് ശശി നല്ല വരികയാണ്. നല്ല അർത്ഥമുള്ളത്. ശരത്തിനോട് കണ്ടോ രണ്ടുപേരുടെ കുറച്ചൊരു പഴയ ലോക്കൽ ജോലി, നോർമൽ ജോലി. ഈ സൗണ്ടാണ് വിൻറ്റേജ് അടിപ്പിക്കുന്നത്. സംഭവം അല്ലേ? പ്രതീക്ഷ അല്ലേ? ഈ സൈഡാണ് ഭയങ്കര നികഴ. നല്ല ആവശ്യം പുള്ളിക്കാരത്തി കഴിയുണ്ട്. ഞാനിത് ശ്രീനാഥ് ചെയ്യുന്നതാണ് എനിക്ക് ട്രാൻസ്ഫർ അതില് എവിടെ റിക്സാനോ എവിടെ? സോ എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്തതിന് എന്തായാലും 100% ഫലമുണ്ട്. കാരണം മാസ് സോങ്, ഒരു വിൻറ്റേജ് ടച്ച് അടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സോങ്
അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഉണ്ടോ പറുദീസ. അപ്പൊ ഇതിനകത്ത് വേർഡ് എന്ന് പറയുന്നത് പറുദീസ എന്ന് വെച്ചാൽ നമ്മൾ സ്വർഗം എന്നൊക്കെ പറയുന്നത്. അതായത് ഭൂമി തന്നെ ഒരു സ്വർഗമാണ്. ആൻഡ് എന്താ പറയാ, എല്ലാ കാര്യത്തിലും ഒരു ഹോപ്പ് തരുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു റിക്കവറി ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ അവര് എഡിറ്റ് ചെയ്ത് ലിറിക് വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടാൽ മനസ്സിലാവും, പൂക്കളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഏകദേശം മനസ്സിലാക്കാം അല്ലെ. അതായത് ഇപ്പോ എന്തോ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആൻഡ് അതിനെ റിക്കവറി ചെയ്ത് വന്നിട്ട് വി ഹാവ് ടു മൂവ് ഓൺ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സോങ് ആയിട്ടാണ്. മറ്റേതൊക്കെ മറക്കാം, എനിക്കറിയില്ല, ഇനി ചെയ്യില്ല, ആ ഒരു ഏകദേശം ലിറിക്സിൽ തന്നെ ഏകദേശം ആ ഒരു എന്താണ് അവർക്ക് സംഭവിച്ചതെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു രീതിയിലാണ് അവർ എഴുതിയേക്കുന്നത്. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. വിനായക് അങ്ങനെ എന്തോ ശശികുമാർ അവരാണ് എഴുതിയേക്കുന്നത്. നല്ല വരിയാണ്. പിന്നെ മ്യൂസിക് പറയണ്ടല്ലോ, സുഷിൻ ഷാവിന്റെ മ്യൂസിക് ആണ്. ഇപ്പോഴും നമ്മൾ റീസെന്റ് പോലും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം. ഈ പാട്ട് കഴിഞ്ഞിട്ടും ആ ഒരു പറുദീസ എന്ന് പറയുന്ന ഒരു സംഭവം ഇങ്ങനെ ആ ഒരു ഇക്കോ ബേസ് വരുന്ന നല്ല മാസമായിട്ട് നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ആ പാട്ടിന്റെ. സുഷിൻ ശ്യാം ഹാറ്റ്സ് ഓഫ്, എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാട്ട് പാടിയതും ഗംഭീരാണ്. ബാസി മച്ചാൻ എപ്പോഴും പൊളി തന്നെയാണ് പാടുന്നതിന്. എന്ത് പാട്ടാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള 100% എന്താ പറയാ ആത്മാർത്ഥത പുലർത്തിയിട്ടായിരിക്കും പുള്ളിക്കാരൻ എപ്പോഴെങ്കിലേ പാടാറുള്ളൂ, പക്ഷെ പാടിയ ഗംഭീരായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ പാട്ടും ഗംഭീരാണ്. പിന്നെ പാട്ടിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് ആക്ടേഴ്സിന് നമ്മൾക്ക് കാണാൻ പറ്റി. ശ്രീനാഥ് ബാസി ആയാലും സിനിമയിൽ ഒരുപാടുണ്ട്, വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. കാരണം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റ്, ഓരോ പോസ്റ്റേഴ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പെക്ടേഷൻ കൂടി വരും. കാരണം മമ്മൂക്കയെ കൂടാതെ ഒരുപാട് ആക്ടേഴ്സ്, ഇപ്പം നമ്മുടെ ഷൈൻ ടോം ചാക്കോ ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ സൗബിൻ, ശ്രീനാഥ് ബാസി, അതുപോലെ ഫർഹാൻ ഫാസിൽ, ദിലീഷ് പോത്തൻ ഉണ്ട്, പിന്നെ നമ്മുടെ നെടുമുടി വേണുണ്ട്, ഒരുപാട് എല്ലാ ആളുകളും ഇതിനകത്തുണ്ട്. ഒരു നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര ആൾക്കാരോ, ഓരോ പോസ്റ്റേഴ്സ് വരുമ്പോ ഇത്ര ആൾക്കാരോ, എന്നിട്ട് ഇറ്റ് വാസ് കണ്ടിന്യൂയിങ് ഇവർക്കൊക്കെ എന്ത് റോളാണ് കൊടുക്കുന്നത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇനി ഓരോ ടീസറും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ പാട്ട് എന്തായാലും നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരാളെ കാണാൻ പറ്റിയില്ല, അതിന്റെ ഒരു സങ്കടം. മമ്മൂക്കയെ കണ്ടില്ല. നമ്മള് എന്തായാലും പാട്ടിനകത്ത് ഉണ്ടാവുന്നു, പക്ഷെ എന്നാലും ചെറുതായിട്ട് ചിലപ്പോ അറ്റ്ലീസ്റ്റ് പാട്ടിന്റെ തീരുമ്പോഴെങ്കിലും ചിലപ്പോ ഓക്കെ ഭീഷ്മപർവ്വം എഴുതിക്കുന്നതിനും കാണിക്കുന്നതിനും മുന്നേ ആ ഒരു ലുക്ക് കാര്യങ്ങളൊന്നും അധികമായിട്ട് അങ്ങോട്ട് റിവീൽ ആക്കിയിട്ടില്ല. വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് മമ്മൂക്കയുടെ ലുക്ക് എങ്ങനെയായിരിക്കും എന്ന് കാണാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാവില്ലേ. ഒരുവിധം ഇതിന്റെ അടിയിൽ കമന്റ്സിലിട്ട് എല്ലാരും വെയിറ്റ് ചെയ്ത് അതന്നെയായിരിക്കും. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു അടുത്ത സീനിൽ വരും, എന്തെങ്കിലും കാണിക്കും. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി എക്സ്പെക്ടേഷൻ തരുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ അടുത്ത ലിറിക്കൽ വീഡിയോസിനോ അല്ലെങ്കിൽ അതിന്റെ ടീസേഴ്സിനൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ അവര് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് എന്തായാലും അവരിപ്പോ എത്ര പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. കാരണം അമൽ നീരദ് ഒന്നും പറയണ്ട, അമൽ നീരദിന്റെ എല്ലാ പടങ്ങളും നമ്മൾ ഓരോന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങേരുടെ ഡയറക്ഷൻ സ്റ്റൈല് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ലോ മോഷനും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആയിട്ട്, അതായത് സ്ലോ പേസിൽ തുടങ്ങിയിട്ട് അവസാനത്തോട്ട് അങ്ങോട്ട് കത്തിച്ച് വിടുന്ന ഒരു ടൈപ്പിലുള്ള സിനിമകളെ എപ്പോഴും ഉണ്ടാവും. വരത്തനൊക്കെ ക്ലൈമാക്സ് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള റിപ്പീറ്റേഷൻ അടിച്ച് അതെ ഒന്നുമില്ല. നമ്മള് ബിഗ് ബി തന്നെ നമ്മള് ഫസ്റ്റത്തെ ഒരു മലയാളത്തിലെ ഒരു വെറൈറ്റി പടം, ആ സമയത്ത് കാലം തെറ്റി വന്നതുകൊണ്ട് സിനിമ അത്രക്ക് എന്താ പറയാ എല്ലാവർക്കും കാണാൻ പറ്റിയില്ല. പക്ഷെ അത് നമ്മള് ടൊറന്റിലൊക്കെ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത് ആ സിനിമയെ. തിയേറ്ററിൽ അത്ര ആക്സെപ്റ്റ് ചെയ്യില്ല ആ സമയത്ത്. പക്ഷെ ആ സിനിമ ഒരു ഗംഭീര സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. നമ്മൾ ഈ പടത്തിന് അതാ എക്സ്പെക്ട് ചെയ്തത്. ബിലാലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ എന്താ പറയുക, അമൽ നീരദ് തന്നെ നമുക്കൊരു വല്ലാത്തൊരു സർപ്രൈസ് ആയിട്ട് ഭീഷ്മപർവ്വം ഇറങ്ങാൻ പോവാണ്. ഭീഷ്മപർവ്വത്തിന്റെ ഓരോ പോസ്റ്റേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലായി ഓക്കെ കുഴപ്പമില്ല, ബിലാൽ ഇല്ലെങ്കിൽ എന്താ ഭീഷ്മപർവ്വം വരുന്നുണ്ടല്ലോ. എന്തായാലും അമൽ നീരദിന്റെ പടമാണ്, മമ്മൂക്കയാണ്, അതും 14 വർഷത്തിന് ശേഷമാണ്. അപ്പം എന്തായാലും ചെറിയൊരു സിനിമ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ആ പണ്ട് തിയേറ്ററിൽ കിട്ടാത്ത ആ ഒരു വിജയം ചിലപ്പോൾ ഈ പ്രാവശ്യം ഗംഭീരമായിട്ട്. മലയാള സിനിമ മാത്രമല്ല കേട്ടോ, അതായത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അലയടിക്കാൻ സാധ്യതയുണ്ട് പടം. തിയേറ്ററിൽ തന്നെ ഇറങ്ങട്ടെ. ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും മാക്സിമം തിയേറ്ററിൽ ഇറങ്ങണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇറങ്ങണം. പിന്നെ ഇതിനകത്ത് കഥ എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് കാണുമ്പോൾ ഇതില് ഗസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇവരുടെ സ്റ്റോറി ആവാം. ഇവരുടെ എനിക്ക് തോന്നുന്നത് കുറെ സ്റ്റോറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്റ്റോറീസ് ഉണ്ടായിരിക്കും. ആൻഡ് നമുക്ക് ആരാന്നറിയില്ല, അത് നമുക്കിപ്പം പറയാൻ പറ്റില്ല. അത് അങ്ങനെ വെച്ചാലേ ആ സസ്പെൻസ് നിൽക്കത്തുള്ളൂ. അമൽ നീരദ്
മമ്മൂക്ക, സുഷിൻ ശ്യാം, അതെ, അതുകൂടാതെ തന്നെ കുറേയധികം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ്, അവർക്ക് എല്ലാവർക്കും റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ മൂവിനകത്തുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട് ഈ പടത്തിനകത്ത്. അതെ, എന്തായാലും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വരുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് അറിയിക്കാം. സോ അടുത്ത ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഇനി വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരുന്നതാണ് വിത്ത് ദി അപ്ഡേറ്റ് എസ്പെഷ്യലി. അപ്പൊ അതുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.